നമസ്കാരം. പ്രധാന വാർത്തകൾ. വാണിജ്യ സിലിണ്ടറിന്റെ വില കൂട്ടി. കേരളത്തിൽ കൂടിയത് 6 രൂപ. പൊതുജനങ്ങൾക്ക് ഇരുട്ടടിയായി വാണിജ്യ സിലിണ്ടറിന്റെ വില കൂട്ടി. ഇതോടെ കൊച്ചിയിൽ 19 കിലോ സിലിണ്ടറിന്റെ വില 1812 ആയി. ഫെബ്രുവരി 1 കൊച്ചിയിൽ വാണിജ്യ സിലിണ്ടർ വില 1806 ആയിരുന്നു. എന്നാൽ ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമുണ്ടായിട്ടില്ല. ആറളം ഫാമിൽ വീണ്ടും കാട്ടാന ആക്രമണം. ദമ്പതികൾക്ക് പരിക്കേറ്റു. ആക്രമണത്തിൽ 13-ാം ബ്ലോക്കിലെ ദമ്പതികൾക്ക് പരിക്കേറ്റു. പുതുശ്ശേരി അമ്പിളി ഭർത്താവ് ഷിജു എന്നിവർക്കാണ് പരിക്കേറ്റത്. കോട്ടപ്പാറയ്ക്ക് സമീപത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത്. ഇരുചക്ര വാഹനത്തിൽ പണിക്ക് പോകുന്നതിനിടെയായിരുന്നു ആനയുടെ മുന്നിൽപ്പെട്ടത്. പരിക്കേറ്റ ഇരുവരെയും പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല. ബൈക്ക് ആന തകർത്തു. കൊട്ടാരക്കരയിൽ KSRTC ബസും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ചു. 6 പേർക്ക് പരിക്ക്. കൊല്ലം കൊട്ടാരക്കര പുലിക്കോട് MC റോഡിലാണ് അപകടമുണ്ടായത്. KSRTC വോൾവോ ബസും ടൂറിസ്റ്റ് ബസും തട്ടിയാണ് അപകടം. ആനയുമായി പോയ ലോറിയെ മറികടക്കുന്നതിനിടെ വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല. ഇവരെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. തിരുവനന്തപുരത്ത് നിന്നും വന്ന KSRTC ബസ്സാണ് എതിർവശത്തു നിന്നും വന്ന ടൂറിസ്റ്റ് ബസുമായി കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട് കുഴിയിലേക്ക് മറിഞ്ഞത്. കോട്ടയം നഴ്സിംഗ് കോളേജ് റാഗിംഗ്. പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി തള്ളിയത്. നേരത്തെ ഏറ്റുമാനൂർ കോടതിയും പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. തുടർന്ന് ജില്ലാ കോടതിയെ സമീപിക്കുകയായിരുന്നു. പ്രതികളായ സാമുവൽ ജോൺസൺ, NS ജീവ, റിജിൽജിത്ത്, രാഹുൽ രാജ്, NV വിവേക് എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് ജില്ലാ സെഷൻസ് കോടതി തള്ളിയത്. CPM നേതാക്കളുടെ കയ്യാങ്കളി. കൂറുമാറിയ അംഗത്തിന്റെ ഭർത്താവിനെ ആക്രമിച്ച സംഭവത്തിൽ കേസ്. ചുങ്കത്തറ പഞ്ചായത്തിൽ കൂറുമാറിയ പഞ്ചായത്തംഗം നുസൈബ സുധീറിന്റെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി കട അടിച്ചു തകർത്ത സംഭവത്തിൽ CPM നേതാക്കൾക്കെതിരെ കേസെടുത്തു. CPM എടക്കര ഏരിയ സെക്രട്ടറി T രവീന്ദ്രൻ അടക്കം 5 പേർക്കെതിരെയാണ് കേസെടുത്തത്. സുധീർ പുന്നപ്പാലയുടെ പരാതിയിൽ എടക്കര പോലീസാണ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിൽ കൂറുമാറിയ പഞ്ചായത്തംഗം നുസൈബ സുധീറിന്റെ ഭർത്താവിന്റെ കട CPM പ്രവർത്തകർ അടിച്ചു തകർത്തത്. സുധീർ പുന്നപ്പാലയുടെ ഉടമസ്ഥതയിലുള്ള ഓൺലൈൻ സേവനങ്ങൾ നൽകുന്ന കട ആക്രമിച്ചതായാണ് പരാതി. ന്യായം പ്രതിഭയുടെ ഭാഗത്ത്. മകനെതിരായ കഞ്ചാവ് കേസിൽ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. പ്രതിഭ MLAയുടെ മകൻ കനിവ് പ്രതിയായ കഞ്ചാവ് കേസിൽ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ നടപടികളിൽ വീഴ്ച സംഭവിച്ചുവെന്ന റിപ്പോർട്ട്. എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഭ MLA നൽകിയ പരാതിയിലാണ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ S അശോക് കുമാർ സംസ്ഥാന എക്സൈസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി കുട്ടനാട് എക്സൈസ് CI ജയരാജ്, റേഞ്ച് ഇൻസ്പെക്ടർ അനിൽകുമാർ എന്നിവരുടെയും സംഘത്തിലുണ്ടായിരുന്ന മറ്റു ഉദ്യോഗസ്ഥരുടെയും മൊഴിയെടുത്തിരുന്നു. കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് MLAയുടെ മകൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ നടപടി സ്വീകരിച്ചപ്പോൾ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നാണ് റിപ്പോർട്ടിലെ ഉള്ളടക്കം. തമിഴ്നാട്ടിലെ സ്ഫോടനത്തിൽ കോട്ടയം സ്വദേശിക്ക് ദാരുണാന്ത്യം. തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിലാണ് സംഭവം. കോട്ടയം പൊൻകുന്നം കൂരാളി സ്വദേശി സാബു ജോണാണ് കൊല്ലപ്പെട്ടത്. 59 വയസ്സായിരുന്നു. ഡിണ്ടിഗലിൽ മാമ്പഴത്തോട്ടം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുകയായിരുന്നു. തോട്ടത്തിൽ അഴുകിയ നിലയിലാണ് മൃതദേഹം കണ്ടത്. മൃതദേഹത്തിന് കുറഞ്ഞത് 4 ദിവസത്തെ പഴക്കമുണ്ടെന്ന് പോലീസ് അറിയിച്ചു. പോലീസ് നടത്തിയ പരിശോധനയിൽ മൃതദേഹത്തിനടുത്ത് നിന്ന് ജലാറ്റിൻ സ്റ്റിക്കും വയറുകളും കണ്ടെത്തി. ഇത് പൊട്ടിത്തെറിച്ചാണ് മരണമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ചെട്ടികുളങ്ങര കുംഭഭരണി. മാർച്ച് 4 പ്രാദേശിക അവധി. ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് മാർച്ച് 4 ചൊവ്വാഴ്ച മാവേലിക്കര കാർത്തികപ്പള്ളി താലൂക്കിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. പൊതുപരീക്ഷകൾ മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കും. ഷഹബാസിന് കണ്ണീരോടെ വിട നൽകി നാട്. താമരശ്ശേരിയിൽ വിദ്യാർത്ഥി സംഘർഷത്തിൽ കൊല്ലപ്പെട്ട ഷഹബാസിന് കണ്ണീരോടെ വിട നൽകി നാട്. കിടവൂർ ജുമാ മസ്ജിദിലായിരുന്നു കബറടക്കം. ഷഹബാസിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി ആയിരക്കണക്കിന് ആളുകളാണ് താമരശ്ശേരി ചുങ്കത്തെ വീട്ടിലേക്ക് എത്തിയത്. താമരശ്ശേരി ചുങ്കം പലോറക്കുന്നിലാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് ക്രൂരമർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ടത്. മാസപ്പിറവി കണ്ടു. കേരളത്തിൽ നാളെ വ്രതാരംഭം. പൊന്നാനിയിലും കാപ്പാടും മാസപ്പിറവി കണ്ടു. കേരളത്തിൽ നാളെ വ്രതാരംഭം. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നു മുതൽ റമദാൻ ആരംഭിച്ചു. ഈ വർഷം ഗൾഫ് രാജ്യങ്ങളിൽ ഒരുമിച്ചാണ് റമദാൻ ആരംഭിച്ചത്. സൗദി അറേബ്യ, ഒമാൻ, UAE, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നു മുതൽ വ്രതാനുഷ്ഠാനം ആരംഭിച്ചു.